പൊന്നാനിയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തി. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. പെരുമ്പടപ്പും മാലങ്കോടും വെളിയങ്കോടും നന്നമ്മുക്കോ ഇതിനു മുമ്പ് സർക്കാർ നൽകിയ പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടി. പെൻഷൻ ഫണ്ട് ലഭിച്ചിട്ടും പെരുന്നാളിന് മുൻപ് പെൻഷൻ വിതരണം ചെയ്യാതെ UDF സർക്കാരിനെ അവഹേളിക്കാൻ ശ്രമിച്ച സർവീസ് സഹകരണ ബാങ്കിനെതിരെ പൊന്നാനി മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് കടവനാടിന്റെ അധ്യക്ഷതയിൽ മണ്ഡലം സെക്രട്ടറി യു മുനീബ് സമരം ഉദ്ഘാടനം ചെയ്തു. MP നിസാർ, റഫീഖ് തറയിൽ, ഖാദർ ആനക്കാരൻ, ഇല്യാസ് മൂസ, റാഷിദ് നാലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. റഫീഖ് പാലക്കൽ, സൗദ നാലകത്ത്, റാഷിദ, അമീൻ കമാൻ വളവ്, ഹാരിസ് പള്ളിപ്പടി, MP സീനത്ത്, KT ഹംസ, ഹസൻ ബാവ, ജമാൻ പറക്കിവളപ്പ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പൊന്നാനിയിലെ പെൻഷൻകാർക്ക് ഈ പെരുന്നാളിന് പെൻഷൻ കിട്ടാത്തൊരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണം നടത്തിയത് CPM ഇന്ന് ഓർക്കുന്ന നന്നായിരിക്കും. തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചാൽ ഒരു കാരണവശാലും പെൻഷൻ ലഭിക്കില്ല എന്ന പ്രചരണം നടത്തിയായിരുന്നു അന്ന് CPM പെൻഷൻ വിതരണം ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. എന്നാൽ കൃത്യസമയത്ത് UDF സർക്കാർ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ അതിന്റെ ജാള്യത മറക്കാനാണ് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് നമ്മുടെ പൊന്നാനിയിലെ സർവീസ് സഹകരണ ബാങ്ക് പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നത്. പൊന്നാനിയിലെ പെൻഷൻകാരുടെ പണം തടഞ്ഞു വെച്ചതിനെതിരെയാണ് മുസ്ലിം ലീഗ് ഇന്ന് ഇവിടെ സമരം നടത്തിയിട്ടുള്ളത്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള പോലെ DBT സിസ്റ്റത്തിൽ ഗവൺമെന്റ് ഈ പണവിതരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളാണ്. ഈ ബാങ്ക് ഭരിക്കുന്ന LDFന്റെ അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ കരുതുന്ന പോലെയല്ല. നിങ്ങൾക്ക് 2000 രൂപ നിസ്സാരമായ തുകയായിരിക്കും. പക്ഷേ ഈ 2000 രൂപയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന, ഈ 2000 രൂപ കിട്ടിയാൽ മരുന്ന് വാങ്ങാൻ വേണ്ടി, മരുന്നിന് വേണ്ടി കാത്തു നിൽക്കുന്ന, ഈ 2000 കൊണ്ട് പെരുന്നാളിന്റെ ഡ്രസ്സ് വാങ്ങാൻ കാത്തു നിൽക്കുന്ന ഒട്ടനവധി പാവപ്പെട്ട പെൻഷൻകാരോടാണ് നിങ്ങൾ ഈ വെല്ലുവിളിയും ദ്രോഹവും നടത്തിയിട്ടുള്ളത്. എന്തിനാണ് നിങ്ങൾ പെൻഷൻകാരെ ദ്രോഹിച്ചത്? ഞങ്ങൾക്കറിയാം.